നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആരാധന ആരംഭിക്കാം. ഞങ്ങളുടെ കാരുണ്യവാനായ സ്വർഗീയ പിതാവാം ദൈവമേ, നല്ല പകൽക്കാലത്തിനായിട്ട് സ്തുതിക്കുന്നു. ഈ പകലുകളിലൂടെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ തൊക്കണം ദൈവം. അനുഗ്രഹവും കൃപയും അവിടുത്തെ ഗൈഡൻസ് നൽകണമേ, ആലോചന നൽകണമേ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ആത്മായ ഞായറായിട്ട് സഭ വേർതിരിച്ചിരിക്കുന്നു. സഭയിലെ എല്ലാ ആത്മായ പ്രതിനിധികളെ ഓർത്ത്, എല്ലാ ആത്മായരെ ഓർത്ത് പ്രത്യേകമായിട്ട് സ്തോത്രം ചെയ്യുന്നതാ. വിവിധ തലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ, വിവിധ തലങ്ങളിൽ അവരുടെ പ്രാർത്ഥനകളൊക്കെ കർത്താവെ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹകരമായിരിക്കാൻ തൊക്കണം കർത്താവ് കനിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കൃപയും ഞങ്ങളോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലം ഈ ആരാധന ശ്രമിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ദൈവനാമ മഹത്വത്തിന് സ്തുതിക്കുമായിട്ട് നമുക്ക് ഗീതം 202 ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. ഗീതം 202 ഗീതം.
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ വീണ്ടെടുക്കുവാനായ കർത്താവേ, ഞങ്ങളോട് ഇന്ന് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനം സ്വസ്ഥതയും കണ്ടെത്തുന്നെങ്കിൽ മാത്രമാകുന്നല്ലോ. ഈ ആരാധന സമയത്ത് നീ നിന്നെ നിനക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. വിശുദ്ധമായ ശാന്ത സമയം ദൈവീയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയത്തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപ സ്വീകാരം. നമുക്ക് പാപമില്ല എന്നും പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തൊക്കണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടതിന് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകൂത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കുറവുകളെ, നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റു പറയാം. നമുക്ക് രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളുടെ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാര്യങ്ങളെ പോലും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്താനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. കർത്താവിനെ സ്തുതിപ്പീൻ. സങ്കീർത്തനം 95-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായിട്ട് നമുക്ക് ചേർന്ന് വായിക്കാം. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴെ പാഠഭാഗങ്ങൾ വായിച്ചേക്കാം. ഒന്നാം പാഠം ഇപ്പോൾ വായിക്കുന്നത്.
ഇന്ന് രാവിലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ദാനിയേലിൻ്റെ പുസ്തകം, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കേൾക്കും. ബാബേൽ സംസ്ഥാനത്തിലെ കാരാദികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്, മേശക്, അബദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും കൊണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെയും മേശക്കെ, അബദ്നെഗോവേയും, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേർ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകല വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണു നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? ശദ്രക്കും മേശക്കും അബദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം കൊഴുത്ത് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിച്ചതിനാൽ 7 മടങ്ങ് ചൂട് പിടിപ്പിപ്പാൻ അവൻ കൽപ്പിച്ചു. അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോവെയും ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവൻ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടി ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബദ്നെഗോവെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രക്, മേശക്, അബദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്നു രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളയുടെ വാതിൽക്കൽ അടുത്തു ചെന്നു അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബദ്നെഗോവേ പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും നെബൂഖദ്നേസർ എന്ന ശദ്രക്കും മേശക്കും അബദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതിമാരും ദേശാധിപന്മാരും രാജമന്ത്രിമാരും വന്നുകൂടി. ആ പുരുഷന്മാരുടെ ദേഹത്ത് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരുന്നത് കണ്ടു. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബദ്നെഗോവിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വത് തന്നെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ.
ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്കൊണ്ട് ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷണം കഷണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു. പിന്നെ രാജാവ് ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്നത്തെ സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 15-ാം സങ്കീർത്തനം. പതിനഞ്ചാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നാവ് കൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നമുക്ക് ചേർന്ന് വായിക്കാം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുടുങ്ങിപ്പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പാഠഭാഗം വായിക്കുന്നത്. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതൽ 28 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 18, 24 മുതൽ 28 വരെ. അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും പ്രിസ്കില്ലയും അവൻ്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. സുവിശേഷ പാഠഭാഗം വായിച്ചു കേൾക്കാം. ഇന്നത്തേക്ക് ശ്രീനായ സുവിശേഷ വേദ പാഠഭാഗം ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുകയും ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും വരുത്. ഏത് വീട്ടിൽ ചെന്നാൽ ഈ വീട്ടിന് സമാധാനമെന്ന് ആദ്യം പറവീൻ. അവിടെ ഒരു സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികയിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ. വേലക്കാരൻ നിന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭക്ഷിപ്പീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞേച്ചു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. ആ പട്ടണത്തേക്കാൾ സൊദോമ്യർക്ക് ആ നാളിൽ
സഹിക്കാവുന്നതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കൊരസീനെ, നിനക്കയ്യോ കഷ്ടം. ബെത്സയിദേ, നിനക്കയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികളിൽ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനിനും സഹിക്കാവതാകും. നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നു, നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നെന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തിയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്രേ. സന്തോഷിപ്പീൻ. ഇത് കർത്താവിൻ്റെ സുവിശേഷം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഗീതം 426 ഗീതം പാടാം. ഈ ഗീതം പാടിയതിന് ശേഷം നമ്മുടെ സഭാംഗമായ സജി ജോയ് എന്ന ഈ അൽമായ ഞായറിൽ നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതായിരിക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഇടവാഴ്ത്തപ്പെട്ട സമസ്ത പിതാവായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത സമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയം ഞങ്ങൾക്ക് അങ്ങയുടെ ആലയത്തിലേക്ക് ഇവിടെ ഒരുമിച്ച് കൂടുവാനും അങ്ങേ നോക്കി പാടുവാനും സ്തുതിപ്പാനും അങ്ങയുടെ വചനത്തെക്കുറിച്ച് ധ്യാനിപ്പാനും ഒക്കെ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദിവസത്തിൽ യഥാർത്ഥ ക്രിസ്തീയ മക്കളായി ഈ പ്രത്യേക സാഹചര്യത്തിൽ അല്പമെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങയുടെ വചനത്തെ ധ്യാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിക്കുന്ന വചനം അത് യഥാർത്ഥമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും കർത്താവെ, അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ശേഷിക്കുന്ന സമയങ്ങളൊക്കെ ഞങ്ങളുടെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ കൂടെ ധാരാളമായിട്ടുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തു മൂലം ഈ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കണം. പ്രിയ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ.
ഈ അൽമായ ഞായറായിട്ട് ആചരിക്കുന്ന ഈ ദിവസം അല്പസമയം നിങ്ങളോടൊപ്പം ദൈവവചനം സംസാരിക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇതിനായി എനിക്ക് ഈ അവസരം നൽകിയ ബഹുമാനമുള്ള നമ്മുടെ സഭാ ശുശ്രൂഷകരോടും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളോടുള്ള നന്ദിയും ഞാൻ അറിയിക്കട്ടെ. മഹാ ഇഴയായി അൽമായ ഞായറായിട്ടാണ്, ലേറ്റി സൺഡേ ആയിട്ടാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. ഈ ദിവസത്തിൽ നമുക്ക് ചിന്തിക്കുവാനായി തന്നിരിക്കുന്ന വിഷയം ദൈവജനത്തിൻ്റെ സാക്ഷ്യം എന്നുള്ളതാണ്. വിറ്റ്നസിങ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വേദവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. സാക്ഷികളാകുക എന്ന് പറയുമ്പോൾ പൊതുവെ നാം കാണുന്നത് ഒരു സാക്ഷീകരണത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ വിളിച്ച് പറയുന്നതാണ് സാക്ഷീകരണം എന്നാണ് പൊതുവെ നമ്മൾ കാണുന്നത്. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക എന്ന ആഹ്വാനം നാം പലപ്പോഴും ഉൾക്കൊള്ളുകയും അതിനുശേഷം അത് ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ അനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒരുവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള കഴിവ് സുവിശേഷത്തിന് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു സാക്ഷീകരണം. പുതുതായി മാനസാന്തരപ്പെടുന്ന ആളുകൾ അവരുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ പൊതുവെ നമ്മൾ കാണുന്നത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ചില വ്യക്തികളും ചില സംഘടനകളും ഒക്കെ അത് ഒരു പ്രഹസനമായിട്ടാണ് ഈ സാക്ഷീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിനെയൊക്കെ കാണുന്നു. കൂടുതലായി സാക്ഷ്യം പറച്ചിലിന് പ്രാധാന്യം കൊടുക്കുന്നതായി കാണാം. അത് യഥാർത്ഥമായിട്ടുള്ളതാണോ അല്ലയോ എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ മനോഭാവം എന്തായിരുന്നു? ഞാൻ മാനസാന്തരത്തിലേക്ക് വരുന്നതിന് ഉണ്ടായ കാരണം എന്താണ്? കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്താണ്? ഇതെല്ലാം യഥാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ, ആ മാനസാന്തരത്തിലൂടെ എനിക്ക് രക്ഷ ലഭിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അത് ഒരു യഥാർത്ഥമായ സാക്ഷ്യമാണ്. മറിച്ച് അതൊരു സ്റ്റൈലിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്കൊരു ക്രെഡിറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ അപ്രകാരം പറയുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു അർത്ഥവും ഇല്ല. ക്രിസ്ത്യാനികൾ എല്ലാവരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകണം എന്നാണ് അപ്പോസ്തലൻ നമ്മൾ വായിച്ചു കേട്ട, ആധാരമായിട്ട് വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിലൂടെ നമ്മൾ കേട്ടത്. എല്ലാ ക്രിസ്ത്യാനികളും മേൽ പറയുന്ന സാക്ഷികൾ ആണോ, അതോ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേർ മാത്രമാണോ ക്രിസ്തീയ സാക്ഷികളായിട്ട് മാറുന്നത്? എന്തിനാണ് അവർ സാക്ഷികൾ ആകേണ്ടത്? യഥാർത്ഥമായി നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അതിലൂടെ യഥാർത്ഥമായ രൂപാന്തരത്തിലൂടെയുള്ളൊരു മാറ്റം, പഴയതിനെ മറന്ന് പുതിയതിലേക്ക് വരുന്ന ഒരു മാറ്റം നമുക്കുണ്ടെങ്കിലാണ് അവിടെ ഒരു സാക്ഷ്യത്തിന് അല്ലെങ്കിൽ ഒരു സാക്ഷീകരണത്തിന് പ്രാധാന്യം ലഭിക്കുന്നുള്ളൂ. പുതിയ നിയമത്തിലെ സാക്ഷീകരണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ആരെല്ലാം സാക്ഷികൾ ആകണം എന്നാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ കുറിച്ച് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം. യോഹന്നാൻ സ്നാപകനാൽ സ്നാനം ഏറ്റത് മുതൽ സ്വർഗാരോഹണം വരെ യേശു കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാർ അവർ ഈ ലോക ജീവിതത്തിന് യേശുവിനൊപ്പം സാക്ഷികളായിരുന്നവരാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കാൾ ഉപരിയായി അവൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും അവർ പ്രാധാന്യം നൽകുകയും യേശുവിൻ്റെ മരണത്തിലൂടെ ഉയർപ്പിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള രക്ഷയെക്കുറിച്ച് മറ്റുള്ളവർ സുവിശേഷീകരിക്കുന്നതിനും ഈ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞു. ക്രിസ്തുവിനെ പറ്റി മറ്റുള്ളവരോട് പറയുന്നത് മാത്രമാണോ സാക്ഷീകരണം? ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അത് എൻ്റെ രക്ഷയ്ക്ക് പ്രയോജനമായി തീരുകയും ആ രക്ഷ മറ്റുള്ളവർക്ക് പകരുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ സാക്ഷീകരണം ഉണ്ടാകുന്നത്.
പലപ്പോഴും ഈ വ്യക്തിപരമായ ടെസ്റ്റിമണിയൊക്കെ വളരെ കളർഫുള്ളും അതിശയോക്തി നിറഞ്ഞതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോഴെങ്കിലും നമുക്ക് സത്യത്തിൽ നിരക്കാത്തതായിട്ടൊക്കെ ഉള്ള ടെസ്റ്റിമണിയൊക്കെ നമുക്കൊരുപക്ഷെ ഫീൽ ചെയ്യാം. നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ, ചില ബുക്സൊക്കെ വായിക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ അങ്ങനെ തോന്നാം. എന്നാൽ നാം എന്താണ് വിശ്വസിക്കുന്നത് അത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് സാക്ഷീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ സാക്ഷീകരണത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത്. അപ്പോസ്തലന്മാരുടെ സാക്ഷീകരണം വ്യക്തിപരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഉള്ളവ ആയിരുന്നില്ല. എന്നാൽ അവർ യേശുവുമായി ഉള്ള ബന്ധത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അവർക്ക് വളരെ വ്യക്തവും സുവ്യക്തമായിട്ടുള്ളതുമായ കാര്യങ്ങളാണ് അവർ സാക്ഷീകരിച്ചത്. 1 യോഹന്നാൻ 1:1-2 വാക്യങ്ങളിൽ ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനത്തെ, അതായത് യേശുക്രിസ്തുവിനെയാണ് അപ്പോസ്തലന്മാർ സാക്ഷീകരിച്ചതായി വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു. അതാണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സാക്ഷീകരണമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്നത്തെ സാക്ഷീകരണം പൊതുവിൽ നമ്മൾ കാണുന്നത് ഒരു സബ്ജക്റ്റീവായി വായിച്ചും കേട്ടും അറിഞ്ഞ ഒരു ക്രിസ്തുവിനെ വളരെ കളർഫുള്ളായിട്ട് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഭവിച്ച് അറിയുകയും ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു നൽകുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്തീയ സാക്ഷ്യം നമുക്ക് സാക്ഷിയായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കേട്ടത് 70 പേരെ അവിടെ നിയമിച്ചതായിട്ട് അവിടെ കാണാം. അത് കഴിഞ്ഞ് അവിടെ പറയുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. വളരെയധികം സാക്ഷീകരണത്തിന്, ദൈവത്തെ സാക്ഷീകരിക്കുന്ന അല്ലെങ്കിൽ സുവിശേഷ ഘോഷണത്തിന് ആളുകളെ ആവശ്യമുള്ളപ്പോൾ അതിന് ആളുകളില്ലാത്തത് കൊണ്ട് 70 പേരെ, അതായത് 12 ശിഷ്യന്മാർ തികയാതെ വന്നപ്പോൾ 70 പേരെ തിരഞ്ഞെടുത്തതായും ചെന്നായ്ക്കയുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അവരെ അയച്ചതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ദൈവവചനം എത്തിക്കുകയും അതിലൂടെ രക്ഷ എല്ലാ ആളുകളിലേക്കും എത്തിക്കേണ്ടുന്ന ഒരു വലിയൊരു ദൗത്യം അന്നത്തെ പോലെ തന്നെ ഇന്നും വളരെ പ്രാധാന്യത്തോടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ 70 പേർ ചെയ്യുന്നത് രോഗികളെ സന്ദർശിച്ചിരുന്നു. രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അവർ മാനസാന്തരപ്പെടുന്നതിന് അവരെക്കുറിച്ച് മറ്റുള്ളവർ ആവശ്യപ്പെടുകയും അവരത് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. നമ്മൾ കാണുന്നത് ഭൂതങ്ങളെ വരെ പുറത്താക്കുന്നതിനുള്ള ശക്തി ഈ 70 പേർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് അവിടെ കാണും. എന്നാൽ അവിടെ അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്നാണ്. അതായത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു എന്നുള്ളതിലല്ല, അതിലൂടെ സ്വർഗത്തിന് നമ്മൾ അവകാശികളായി തീരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ പ്രവൃത്തിക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. ലേഖനപഠമായി വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 24 മുതൽ 22 വാക്യത്തിൽ നമ്മൾ കേട്ടത് അവിടെ അലക്സാന്ദ്രിയക്കാരനായി വാക്വൈഭവവും തിരുവെഴുത്തുകൾ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്നൊരു യഹൂദനെ കുറിച്ചാണ് കേട്ടത്. അവൻ കർത്താവിൻ്റെ നാമത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. ആത്മാവിൽ എരിവുള്ളവനാകിൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അതായത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അവൻ വചനത്തെ വളരെ വ്യക്തമായി പഠിക്കുകയും മനസ്സിലാക്കുകയും യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. വളരെ വ്യക്തവും കൃത്യവുമായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് അപ്പൊല്ലോസിന് സാധിച്ചതായിട്ട് അവിടെ കാണുന്നുണ്ട്. യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ അവൻ തെളിയിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ദൈവകൃപയിൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമുണ്ടതായി നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ പഴയ നിയമ വേദഭാഗമായി വായിച്ചു കേട്ട ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ആ സംഭവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ മാത്രം ആരാധിക്കുകയും ചെയ്തിരുന്ന 3 പേരെയാണ് നമ്മളവിടെ
കാണുന്നത്. നെബൂഖദ്നേസർ ഒരു പ്രതിമ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ പറഞ്ഞു. അതിനെ ആരാധിച്ചില്ലെങ്കിൽ അനുസരിക്കാത്തവരെല്ലാം കൊന്നുകളയുന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ തൻ്റെ സത്യദൈവത്തെ, സ്വന്തം ദൈവത്തെ മാത്രം ആരാധിക്കുകയും ആ ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്തിരുന്ന 3 യുവാക്കളുടെ കാര്യമാണ് അവിടെ വ്യക്തമായി പറയുന്നത്. പക്ഷേ രാജകൽപ്പന അനുസരിക്കാതെ അവർ ദൈവത്തെ മാത്രം ആരാധിച്ചു. ഇത് കണ്ട് രാജാവിന് കോപം വന്നു. എന്നാൽ ദൈവദൂതൻ അവരുടെ ഒപ്പം നിൽക്കുകയും തീച്ചുള്ളിൽ നിന്ന് ഇവരെ 3 പേരെ രക്ഷിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഒരു മാനസാന്തരം അവിടെ രാജാവിന് ഉണ്ടായതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാനസാന്തരം ഉണ്ടായ രാജാവ് ഇങ്ങനെ പറയുന്നു: സ്വന്തം ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും, അതായത് സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല, രാജകൽപ്പന ഞങ്ങൾ അനുസരിക്കില്ല, ദൈവത്തെ മാത്രമേ അനുസരിക്കൂ എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്ത ഈ 3 വ്യക്തികൾ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നും ആ ദാസന്മാരെ തൻ്റെ ദൈവം ദൂതനെ അയച്ചു രക്ഷിച്ചുവെന്നും ഈ നെബൂഖദ്നേസർ രാജാവിന് സാക്ഷ്യപ്പെടുത്തേണ്ടി വന്നു. എന്നിട്ട് രാജാവ് ഇങ്ങനെ പറയുന്നു: ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായകൊണ്ട് നാമും ആ ദൈവത്തെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യണം. അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന നെബൂഖദ്നേസറെയും അവിടുത്തെ ജനങ്ങളെയും കൊണ്ട് സത്യദൈവത്തെ അറിയുന്നവരായും ആരാധിക്കുന്നവരായും മാറ്റുക എന്നുള്ള വലിയൊരു ദൗത്യം അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം ആ നാടിന് തന്നെ ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഈ ശദ്രക്കിനും മേശക്കിനും ആബേദ്നെഗോവിനും കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു സാക്ഷീകരണമാണ് നമ്മുടെ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. ഈ കൊറോണ എന്ന മഹാമാരിയാൽ ലോകം മുഴുവൻ ഭയത്തിൻ്റെയും ആശങ്കയുടെയും നടുവിൽ കഴിയുമ്പോൾ മറ്റൊന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആരും ചിന്തിച്ച രീതിയിലല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഒരു മനുഷ്യൻ്റെയും ചിന്തയിൽ വരാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗണിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് പോലും വീടിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാതെ പരമാവധി സ്വന്തം കോമ്പൗണ്ടിനുള്ളിലേക്ക് അടയ്ക്കപ്പെട്ട നിലയിലായിരുന്ന അവസ്ഥ. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പേരിൽ നടത്തിയിരുന്ന നിരവധി റൊട്ടീൻ ചെക്കപ്പ്, ഒരുപക്ഷെ രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷം ചെക്ക് ചെയ്യണം, ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പോകുന്നു, അവിടെ ഉടനെ തന്നെ ഓപ്പറേഷൻ നടത്തുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആരും അങ്ങോട്ട് വരണ്ടെന്ന് പറയുന്നു. പോയാൽ തന്നെ ആദ്യം കൊറോണയുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഹാർട്ട് ഓപ്പറേഷനൊക്കെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം ദൈവത്തോട് എത്രത്തോളം അടുത്തു എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കൂടെ ഈ സാഹചര്യത്തിലുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ അടഞ്ഞു കിടന്നപ്പോൾ ആത്മീയ നേതൃത്വങ്ങൾക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മകളും സാക്രമെന്റുകളും ശുശ്രൂഷകളെക്കുറിച്ചോ വിശ്വാസികൾക്ക് നൽകേണ്ടുന്ന ആശ്വാസവചനങ്ങൾ നൽകാതിരുന്നതിനെ കുറിച്ചാണോ ആശങ്കയുണ്ടായിരുന്നത്? മറിച്ച് അതിലൂടെ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന നിരവധി നേട്ടങ്ങളെക്കുറിച്ചാണോ ആശങ്ക ഉണ്ടായിരുന്നതെന്ന് തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഞാനും നമ്മൾ ഓരോരുത്തരും യഥാർത്ഥമായ മാനസാന്തരത്തിലൂടെയും അനുതാപത്തിലൂടെയും ദൈവത്തെങ്കിലേക്ക് കൂടുതലായി അടുക്കുവാനുള്ള ഒരു സന്ദർഭമായി ഈ അവസരത്തെ കാണുകയും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ വാഹനങ്ങളിലും പല വാഹനങ്ങളിലും ഒരു സ്റ്റെപ്പിനി അല്ലെങ്കിൽ സ്പെയർ ടയർ സാധാരണ കാണാറുണ്ട്. ഈ പലപ്പോഴും ദൈവത്തെയും ദൈവവചനത്തെയും ഒരു സ്പെയർ ടയർ പോലെയാണ് സമൂഹം കാണുന്നത്, അല്ലെങ്കിൽ പലരും കാണുന്നത്. എന്തെങ്കിലും ഒരു പഞ്ചറാകുമ്പോൾ മാത്രം സ്പെയർ ടയർ അന്വേഷിക്കും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വേദനയോ വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ദൈവം എന്നും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ ഉള്ളൊരു ദൈവമായിട്ടായിരിക്കണം നമുക്ക് നമ്മുടെ ദൈവം കൂടെ ഉണ്ടായിരിക്കേണ്ടത്. പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം.
പൗലോസ് ദമസ്കോസിലേക്കുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് യേശു പൗലോസിന് പ്രത്യക്ഷപ്പെട്ടതും പൗലോസിന് കാഴ്ച നഷ്ടപ്പെട്ടതും തുടർന്ന് അനന്യാസ് അവിടെ എത്തിച്ചേർന്നതും ഒക്കെ നമുക്ക് അറിയാം. ഈ അനന്യാസ് പൗലോസിനോട് പറഞ്ഞത് വളരെ ആശ്വാസപ്രദമായ രീതിയിൽ പൗലോസിനെ ഉപദേശിച്ചു, പൗലോസിന് സൗഖ്യം നൽകി. അതായത് കാഴ്ച, അനന്യാസ് അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പൗലോസിന് കാഴ്ച ലഭിച്ചതായിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞ് പൗലോസിനോട് പറഞ്ഞത്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ അവൻ്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും സാക്ഷിയായി തീരും. അതുപോലെ, അതായത് നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ സാക്ഷിയായി തീരുമെന്ന് അനന്യാസ് പൗലോസിനോട് പറഞ്ഞതുപോലെ ഇന്ന് ദൈവം നമ്മളോടും പറയുന്നത്, നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ ഓരോരുത്തരും തീരണമെന്നുള്ളതാണ്. അത് നാമും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുകയും വചനം കേട്ട് അനുസരിക്കുകയും സകല മനുഷ്യരുടെ മുൻപിൽ സാക്ഷിയായിരിക്കുകയും നാം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വാക്കിൽ അവസാനിപ്പിക്കും. ഒരിക്കലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു സൂപ്പർവൈസർ താഴെ നിന്ന് ജോലിക്കാരനെ വിളിക്കാനായിട്ട് മേളിൽ നിന്ന് താഴോട്ടൊരു 10 രൂപ ഇട്ട് കൊടുത്തു. പുള്ളി ആ 10 രൂപ എടുത്ത് പോക്കറ്റ് വെച്ചു. പിന്നെ ഒരു 50 രൂപ ഇട്ടു, അതും എടുത്ത് പോക്കറ്റ് വെച്ചു. പിന്നെ ഒരു 100 രൂപ ഇട്ട് നോക്കി, അതും എടുത്ത് വെച്ചു. പിന്നെ ഒരു 500 രൂപ ഇട്ട് നോക്കി, അതും എടുത്ത് വെച്ചു. എവിടെ നിന്ന് കിട്ടിയെന്നോ എവിടെ നിന്ന് വന്നു എന്നോ നോക്കിയില്ല. അപ്പോൾ അദ്ദേഹം ഒരു കല്ലെടുത്ത് ഈ നിന്ന ആളിനോട് എൻ്റെ പുറത്തിട്ടു. കല്ലുകൊണ്ട് വേദനിച്ചപ്പോൾ അദ്ദേഹം മേളിലേക്ക് നോക്കി. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് 10ഉം 50ഉം 100ഉം 500ഉമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് കിട്ടുമ്പോൾ അത് എങ്ങനെ കിട്ടിയോന്നോ ആര് തന്നോ എന്നോ നമ്മൾ നോക്കാറില്ല. പക്ഷെ ഒരു ചെറിയ വേദന വരുമ്പോൾ അത് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു നമ്മൾ തിരിഞ്ഞു നോക്കും. അങ്ങനെ അല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ മുന്നോട്ട് നടത്തുമ്പോൾ സദാസമയവും ദൈവവുമായുള്ള വിശുദ്ധ ബന്ധത്തിൽ ജീവിപ്പാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നോക്കി ദൈവത്തിന് നന്ദി അർപ്പിച്ച് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. വെളിപ്പാട് 3:21 ഇങ്ങനെ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ ഉണ്ട്, എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരെ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ അതിന് ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ ഓരോരുത്തരെ ശക്തീകരിക്കട്ടെ. പിതാവിൻ്റെ സന്നിധിയിൽ പുത്രനായ ക്രിസ്തു ഇരിക്കുന്നത് പോലെ ഒരു ദിവസം നമുക്കും ആ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസ സംഗതികളെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോസ്തോലിക വിശ്വാസമാണ് നമുക്ക് ചേർന്ന് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ വിശ്വസിക്കുന്നു. ജനിച്ചു, കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം എഴുന്നേറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി, സർവ്വശക്തനായ പിതാവായ ദൈവത്തിന്റെ വലത്ത് ആദരിക്കുന്നു. അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പൂജിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷിക്കണതാതെ നിങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും നിനക്കുള്ളാകുന്നല്ലോ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾക്ക് നല്ല വരുന്നത് നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കാൻ
ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം നിന്റെ ദാസരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവത്തെ ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ മഹാകരനോട് ഞങ്ങൾ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് സഭയിലെ ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇരിക്കുന്നവർക്ക് വേണ്ടി ആശുപത്രികളിലൊക്കെ കഴിയുന്നവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആത്മായ പ്രതികളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് ചേർന്ന് പറയുക. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് ചേർന്ന് പറയുക. രണ്ടാമത്തെ ലിത്താനിക്രമം നമുക്ക് ഉപയോഗിക്കാം. മേൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കും എല്ലാ ശുശ്രൂഷന്മാർക്ക് വേണ്ടിയും വിശേഷാൽ ഡോക്ടർ ധർമ്മരാജ് രസാലം നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഡോക്ടർ PC സിംഗ് എന്ന ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഡോക്ടർ ജോസഫ് മാർത്തോമ എന്ന മാർത്തോമ സഭയുടെ മെത്രോപൊലിത്തയ്ക്ക് വേണ്ടിയും ഡോക്ടർ BN ഫെൻ എന്ന അഭിവന്ദ്യ ബിഷപ്പ് തിരുമനസിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും പ്രത്യേകിച്ച് കോവിഡിന്റെ ഈ വൈറസിനാൽ ഭീതിപ്പെടുന്നവരും അത് പിടിക്കപ്പെട്ടവരുമായ എല്ലാവരെയും നമുക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം നമുക്ക് വേണ്ടി ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തന്മാരോടുകൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഉള്ളവരെ കഴിഞ്ഞ ആഴ്ചയിലെ ജന്മദിനം കൊണ്ടാടിയവരെയും വിവാഹ വാർഷികം ആഘോഷിച്ചവരെയും പേരുകൾ വായിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് സഭയിൽ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടി നമ്മുടെ സഭയിലെ പ്രിയപ്പെട്ട മക്കൾ മിസ്റ്റർ അലക്സാണ്ടർ കുര്യൻ, മിസ്റ്റർ ടിൻടു പി ജോയ്, മിസ്റ്റർ രാജേഷ് കെ ചാണ്ടി, അജി VM, ജീവ് വർഗീസ് ഈപ്പൻ, മിസ്റ്റർ അരുൺ നൈനാൻ ജോൺ. അതുപോലെ വിവാഹ വാർഷികം ആഘോഷ സഭയിലെ പ്രിയപ്പെട്ട മക്കൾ മിസ്റ്റർ സജി വിൽസൺ ആൻഡ് മിസ്സസ് മേരി ലത സജി. പ്രിയപ്പെട്ടവരൊക്കെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം.
നമുക്ക് ഈ ജന്മദിനം ആഘോഷ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കാരുണ്യവാനായ സ്വർഗീയ പിതാവാം ദൈവമേ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിനംതോറും കുട്ടിപ്രായം മുതൽ ഈ സമയം വരെയും നിന്റെ മക്കളെയൊക്കെ അനുഗ്രഹിച്ച് അവരെ വഴി നടത്തി ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജോലി ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, കർത്താവെ മറ്റു ജീവിതങ്ങളിൽ മുമ്പോട്ട് പോകുന്നവരുണ്ട്. അവരെയൊക്കെ ദൈവകൃപയിൽ അവരെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജന്മനാൾ മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ കൃപയിൽ അവരെയൊക്കെ വഴി നടത്തി ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളെയും കർത്താവെ, ഞങ്ങളുടെയും ഓരോ ദിവസം തോറും ജീവിതത്തിൻ്റെ നാളുകൾ പെരുകുന്നു, അതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. അതുപോലെ കർത്താവെ, പ്രത്യേകമായിട്ട് വിവാഹ വാർഷികം ആഘോഷ പ്രിയപ്പെട്ട പേരുകൾ വായിച്ചല്ലോ, അവരെയും ഞങ്ങൾ കുടുംബമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിച്ചാട്ടെ, കുറവുകൾ ക്ഷമിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. നമുക്ക് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് പറയാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന. സർവശക്തിയുള്ള ദൈവമേ, എല്ലാവരും മേലായി ഞങ്ങളുടെ ഹൃദയങ്ങളുമായ ശുദ്ധിയോടും നീതിയോടും നടന്ന് അങ്ങനെ മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടുതൽ സ്ഥിതിയിൽ പ്രശ്നപ്പെടുത്തേണ്ടതിനും നിന്റെ ഞങ്ങളുടെ കർത്താവായി അപേക്ഷിക്കുന്നു. അവന് നിനക്ക് പരിശുദ്ധാത്മാവും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ആയിരിക്കട്ടെ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇന്ന കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു അവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും അവർക്ക് കൃപയും ശക്തിയിൽ വയ്പ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപയരുളണമേ. ഇപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് കീർത്തനം 235 കീർത്തനം നമുക്ക് ഒരുമിച്ച് പാടാം. കീർത്തനം 235 കീർത്തനം. Sambhagyam Yagyakshaga
നമുക്ക് ലഭ്യമായ ദാനങ്ങളെ ദൈവകൃപയിൽ നമ്മെയും നമ്മുടെ ദാനങ്ങളെയും ദൈവകൃപയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോട് കൈക്കൊള്ളും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിലും സമാധാനം സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം ഈ വഴിപാടിനെ ഇതർപ്പിക്കുന്നതിൻ്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിക്കാം. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ബരമേൽപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. വളരെ പ്രത്യേക അറിയിപ്പുകൾ നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ഇന്ന് 3:30 കൺഫർമേഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. സൂം വഴി കൺഫർമേഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് ഓർപ്പിക്കുന്നത്. അതുപോലെ 3-ാം ഞായറാഴ്ച ബിഷപ്പ് തിരുമേനി നമ്മോടുകൂടെ ആരാധനയിൽ സംബന്ധിക്കുന്നതായിരിക്കും എന്ന് കൃത്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ആത്മായ ഞായറാഴ്ച ദൈവവചനം പ്രസംഗിച്ചായ സജി ജോയ് എന്നൊരുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആത്മാരെയും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ കീർത്തനം 381 കീർത്തനം പാടി ആരാധന അവസാനിപ്പിക്കാം. കീർത്തനം 381. Lord.
കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സമാധാനത്തോടെ പോകാം. ആമേൻ.